നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇത് വിഭാഗീയതയുടെ ഭാഗമായി ഉണ്ടായ ഒരു പ്രശ്നമല്ല. വിഭാഗീയത നേരത്തെ അങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായവും എനിക്കില്ല. ഈ ഫണ്ട് വിവാദം വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വിഭാഗീയതയുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അതല്ലാതെ വിഭാഗീയതയുടെ ഭാഗമായി ഉണ്ടായ ഒരു കാര്യമല്ല. കുറച്ച് വർഷമായി പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രയോജനമില്ല എന്ന ഒരു ഘട്ടത്തിലാണ് ഒരു പുസ്തകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതാൻ ഞാൻ തീരുമാനിച്ചത്. ആ പുസ്തകം പൂർത്തീകരിച്ച് അതിപ്പോൾ പ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അച്ചടി ഏതാണ്ട് പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അടുത്ത ആഴ്ച ആ പുസ്തകം പ്രസിദ്ധീകരിക്കും. അപ്പം അങ്ങനെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനു മുമ്പ് ഇക്കാര്യങ്ങൾ ജനങ്ങളോട് പറയുക. ഇത് ഞാൻ ഏരിയ സെക്രട്ടറിയായി വന്നതിന് ശേഷമാണ് 3 കണക്കുകൾ എൻ്റെ മുമ്പിൽ വരുന്നത്. ഒന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ട് സംബന്ധിച്ചുള്ള കാര്യം. 2 ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. 3 ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അതിൽ ആദ്യം എൻ്റെ മുമ്പിൽ വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ്. അത് ഓഡിറ്റ് ചെയ്യാൻ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തുകയാണ്. അപ്പോൾ അത് ഓഡിറ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്ക് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല. അതിന് മുമ്പുള്ള 2 കാര്യങ്ങളാണ് ധനരാജ് രക്സാക്ഷി ഫണ്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടും. എങ്കിലും ഇതിന് ശേഷമാണ് ആ കണക്ക് കമ്മിറ്റി മുമ്പാകെ വരുന്നത്. 2021 നവംബറിലാണ് ഏരിയ സമ്മേളനം മഹാദേവ ഗ്രാമത്തിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ 17 കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് ജനുവരി മാസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്. 2017 ഡിസംബർ മാസം ചേർന്ന കരിവള്ളൂരിൽ നടന്ന ഏരിയ സമ്മേളനത്തിൽ അതിൻ്റെ ചെലവ് കണക്കുകളെല്ലാം അംഗീകരിച്ചതാണ്, സമ്മേളനത്തിൽ അവതരിപ്പിച്ചതുമാണ്. അന്ന് TI മധുവാണ് സെക്രട്ടറി. അവരായിരുന്നു ഫണ്ട് പിരിക്കാൻ അതെ, അവർ സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് 2017 ഡിസംബർ 8, 9 തീയതികളിൽ കരിവള്ളൂർ വെച്ച് ചേർന്ന സമ്മേളനത്തിലാണ് മധു സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നത്. അപ്പോൾ അതുവരെയുള്ള ചെലവ് കണക്കുകൾ ആ കമ്മിറ്റി അംഗീകരിച്ച് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചതാണ്. വരവെന്ന് പറയാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഒരു സമ്മാന പദ്ധതി വഴി ധനസമാഹരണം ആണ് ആലോചിച്ചത്. അത് 2018 മാർച്ചിൽ അവസാനിക്കും അതിൻ്റെ കാലാവധി. അപ്പോൾ മാർച്ചിന് ശേഷം മാത്രമേ അതിൻ്റെ കണക്ക് പറയാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് വരവിൻ്റെ കണക്ക് പറഞ്ഞില്ല. അപ്പോൾ 2018 മാർച്ചിൽ ഇത് അവസാനിച്ചുവെങ്കിലും ഈ 2021 വരെയും ഇതിൻ്റെ കണക്ക് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നില്ല. 2021 അവതരിപ്പിച്ചപ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ അതിൽ ചില ക്രമക്കേടുകളുള്ളതായി കണ്ടു. അപ്പോൾ ഇതുമായി ഒരു ബന്ധം എനിക്കില്ലെങ്കിലും സമ്മേളന റിപ്പോർട്ടിൽ അത് ഉൾക്കൊള്ളിക്കുമ്പോൾ ഞാനാണത് സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് കൃത്യമായി പരിശോധിക്കാതെ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഈ 2 കണക്കും ധനരാജ് ഫണ്ടും കെട്ടിട നിർമ്മാണ ഫണ്ടും 2 ഞാൻ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചതാണ്. അതിൽ 2ലും ചില ക്രമക്കേടുകൾ കണ്ടു. ഈ 3 കാര്യങ്ങളും പാർട്ടി നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ വാക്കാലും രേഖാമൂലവും പെടുത്തിയതാണ്. ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത്
ഈ കണക്ക് അവതരിപ്പിക്കാൻ വൈകിയതിൻ്റെ പേരിൽ ചിലരുടെ പേരിൽ നടപടി സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ ധനാപകരണവുമായി ബന്ധപ്പെട്ടല്ല നടപടി സ്വീകരിച്ചത്. ആ കൂട്ടത്തിൽ ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. ഈ കാര്യം റിപ്പോർട്ട് ചെയ്ത് തീരുമാനിക്കാൻ ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ 21 AC അംഗങ്ങളിൽ 17 പേരും ഏരിയ സെക്രട്ടറിയെ മാറ്റാൻ പാടില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചതാണ്. പക്ഷേ ഇത് ജനാധിപത്യ കേന്ദ്രീകരണ തത്വം അംഗീകരിച്ചിട്ടുള്ള പാർട്ടിയാണ്. ഉപരി കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ട്. അങ്ങനെ തീരുമാനിച്ചാൽ അത് അംഗീകരിക്കാനുള്ള ബാധ്യത കീഴ് കമ്മിറ്റികൾക്കുണ്ട് എന്ന നിലയിൽ ഏരിയ കമ്മിറ്റിയെ കൊണ്ട് അടിച്ചേൽപ്പിച്ച് അംഗീകരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് ഞാൻ പ്രവർത്തനത്തിൽ മാറിയിരുന്നു. ഏതാണ്ട് ഒരു 8 മാസം ഒരു പ്രവർത്തനവുമായും ഞാൻ സഹകരിക്കാൻ സന്നദ്ധമായില്ല. പിന്നീട് പാർട്ടി സഖാക്കളെല്ലാം സംസാരിച്ച് ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് വീണ്ടും പാർട്ടിക്കകത്ത് തിരിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. തിരിച്ചു പോയതിന് ശേഷവും വേട്ടയാടുന്ന ഒരു നടപടിയാണ്, നിലപാടാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ജനങ്ങളോട് പറയല്ലാതെ, കാരണം പാർട്ടി തന്നെ പറയുന്ന ഒരു കാര്യം നേതൃത്വം തെറ്റ് ചെയ്യുമ്പോൾ അണികൾ തിരുത്താൻ സന്നദ്ധമാകണം എന്നതാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു പരിശ്രമമാണ് ഞാനിപ്പോൾ നടത്തുന്നത്. എൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ് പുസ്തകത്തിൻ്റെ പേര്. ശബ്ദിക്കുന്നവരെ പുറത്താക്കുക എന്നതാണ് പാർട്ടിയുടെ നയം. ശബ്ദിക്കുന്നവരെ പുറത്താക്കുക എന്നുള്ളതല്ല, ചോദ്യം ചെയ്യുന്നവരെ ഉൾക്കൊള്ളാൻ മാനസികമായി അവർ സന്നദ്ധല്ല. എല്ലാവരും അല്ല, ഒരു വിഭാഗം. അവർക്ക് മേൽക്കൈ ലഭിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടാണ്, അത് ആ രക്തസാക്ഷി കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ടാണ്. നേരിട്ടുള്ള ചോദ്യം ശരിക്കും ആരുടെ കയ്യിലേക്കാണ് ഈ പണം എത്തിയത്? രക്തസാക്ഷി ഫണ്ട് 2016 ജൂലൈ 11 ധനരാജ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷം തന്നെ ഫണ്ട് പിരിക്കാൻ പാർട്ടി തീരുമാനിച്ചു. കാരണം പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്നവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ബാധ്യതയായി, ചുമതലയായി എല്ലാ കാലത്തും ഈ പാർട്ടി കാണുന്നതാണ്. അതിവിടെ മാത്രമല്ല, എല്ലായിടത്തും. അപ്പോൾ 3 കാര്യങ്ങളാണ് അങ്ങനെ ഒരു ഫണ്ട് ആലോചിക്കുമ്പോൾ പാർട്ടി കണ്ടത്. ഒന്ന്, ആ കുടുംബത്തെ സഹായിക്കാനുള്ള കാശ് ഒരു നിക്ഷേപിച്ച് നൽകുക എന്നുള്ളത്. 2, അവർക്കൊരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത്. 3, ആ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിലവുകൾ കുറച്ച് വരുമല്ലോ. പ്രോസിക്യൂഷനാണ്, ഗവൺമെൻറ്റാണ് എങ്കിലും അപ്പോൾ അതിന് പുറമെ ചില ചിലവുകളിലൊക്കെ വരുന്നതാണ്. ചിലപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നമുക്ക് നിശ്ചയിക്കേണ്ടി വരും. അപ്പോൾ ആ നിലയിൽ കേസിൻ്റെ ചിലവുകളും നിർവഹിക്കുക. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഫണ്ട് പിരിച്ചത്. അതിൽ ഈ 2017 കരിവള്ളൂർ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഈ ധനസഹായം നൽകി അതിൻ്റെ ചിലവ് കണക്കൊക്കെ, വരവ് ചിലവ് കണക്കൊക്കെ അവിടെ അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം വീട് നിർമ്മാണം പിന്നീടാണ് നടക്കുന്നത്. ആ സമ്മേളന റിപ്പോർട്ടിൽ അവതരിപ്പിച്ച കണക്കിൽ തന്നെ വരവിൽ പിന്നീട് ഇപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 10 ലക്ഷത്തിൻ്റെ കുറവ് ആ വരവിലുണ്ടായി. പിന്നീട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കണക്ക് 2021 അവതരിപ്പിക്കുന്നത്. അതിലും യഥാർത്ഥ ചെലവിൽ കൂടുതൽ ചെലവ് കാണിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അതാണ് ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി ഫണ്ട് പിരിച്ച് അതിൽ നിന്ന് ഒരു നയാ പൈസ പോലും ഒരു പാർട്ടിക്കാരനും വ്യക്തിപരമായി കൈകാര്യം ചെയ്യാൻ സന്നദ്ധമാകാത്തതാണ് ഈ പാർട്ടി. അങ്ങനെയാണ് രക്തസാക്ഷികൾ ഈ പാർട്ടി കാണുന്നത്. പക്ഷേ ആ ഫണ്ടിൽ പോലും കൃത്രിമം കാണിക്കാൻ തയ്യാറായി എന്നതാണ് ഏറെ എന്നെ വേദനിപ്പിച്ച ഒരു കാര്യം. ഇത് ഒറ്റപ്പെട്ട ഒരു കേസാണെന്ന് തോന്നുന്നുണ്ടോ? ഒറ്റപ്പെട്ട കേസല്ല. സാധാരണഗതിയിൽ ആർക്കും തെറ്റുപറ്റാം. അങ്ങനെ വരുമ്പോൾ തിരുത്താനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ആരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഒരേ സമയത്ത് വന്ന ഈ 3 കാര്യങ്ങളും അതിൽ 3ലും കൃത്രിമം നടന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പൊറുക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല ഇവരുടെ ഭാഗത്ത് നിന്ന്
ഉണ്ടായത് ഈ രക്തസാക്ഷി ഫണ്ട് അതിനകത്ത് ഏകദേശം എത്ര രൂപ പോയിട്ടുണ്ട് എന്നുള്ളതാണ് കുഞ്ഞുവിഷാട്ടം മനസ്സിലാക്കിയത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി 35 ലക്ഷം രൂപ വകമാറ്റി എന്നതാണ് അവതരിപ്പിച്ച കണക്ക്. അങ്ങനെ വകമാറ്റേണ്ടി വരുമ്പോൾ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ പറഞ്ഞ് കമ്മിറ്റി ചർച്ച ചെയ്ത് കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ പാടുള്ളൂ. പക്ഷെ ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റിയിൽ ഇങ്ങനെ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് തികയില്ല എന്നും തൽക്കാലം ഈ ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റണം എന്നും ആവശ്യപ്പെടുകയോ ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. ഈ 2021 ഈ കണക്ക് ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റിയിട്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് എന്ന് പറയുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മനസ്സിലാക്കുന്നത്. എത്ര രൂപയാണ് ധനരാജ് ഫണ്ടായിട്ട് എത്ര രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഏതാണ്ട് 1 കോടിയുടെ അടുത്ത്, 1 കോടി. അതിനകത്ത് 35 ലക്ഷം രൂപയാണോ കുറവ് എന്നതായിട്ട്? അല്ല. ഈ ധനരാജ് ഫണ്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 51 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ ഈ 35 ലക്ഷം കെട്ടിട നിർമ്മാണത്തിലേക്ക് വകമാറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, അതേറ്റവും ഒടുവിൽ ജില്ലാ കമ്മിറ്റി 40 ലക്ഷമായി വർദ്ധിപ്പിച്ചു. ധനരാജ് ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിലേക്ക് മാറ്റിയത് 40 ലക്ഷമാണ് എന്ന് ജില്ലാ കമ്മിറ്റി പറയുകയാണ്. ഈ കണക്ക് അവതരിപ്പിച്ചവർ 35 ലക്ഷം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ജില്ലാ കമ്മിറ്റി പറയുകയാണ് ഈ 40 ലക്ഷം ഏരിയ കമ്മിറ്റി ഫണ്ട് കണ്ടെത്തി തിരിച്ച് ധനരാജ് ഫണ്ടിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ബാക്കി വരുന്ന 51 ലക്ഷവും ഈ കൊടുക്കാൻ ബാധ്യതയുള്ള 40 ലക്ഷവും കൂടി 91 ലക്ഷം റുപ്യ ഈ 2 ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കുടുംബത്തിന് എത്ര ലക്ഷം രൂപ കൊടുത്തേ? കുടുംബത്തിന് 18 ലക്ഷം രൂപ. അത് അതിന് പുറമെ വീട് നിർമ്മാണത്തിനുള്ള 18 ലക്ഷം രൂപ മാത്രം. അതെ, അമ്മയുടെ പേരിൽ, 2 കുട്ടികളുടെ പേരിൽ, ഭാര്യയുടെ പേരിൽ, ഈ 4 പേരുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി നൽകിയത് 18 ലക്ഷം രൂപ. ഈ വകമാറ്റി ചെലവിട്ടതും അല്ലെങ്കിൽ അടിച്ചു മാറ്റിയതുമായിട്ടുള്ള തുക വ്യക്തിഗതമായിട്ടാണോ പോയത്, അല്ല എന്തെങ്കിലും കൂട്ടായിട്ടുള്ള ആരെങ്കിലും ആണോ എടുത്തിരിക്കുന്നത്? ഒരാൾ എന്നുള്ള കണക്ക് കൂട്ടൽ എനിക്കില്ല. അതിൽ ചിലരല്ല. അല്ല. അതിൽ അന്നത്തെ ഏരിയ സെക്രട്ടറി KP മധുവിനും പങ്കുണ്ട്. ഈ ടി ഐ മധുസൂദൻ എന്താണ് അതിൽ കൃത്യമായ പങ്ക് എന്താണ്, എങ്ങനെയാണ്? ടി.ഐ. മധുസൂദൻ്റെ കാലത്താണ് ഈ ഫണ്ട് പിരിക്കുന്നത്. 2016 ഞാൻ പറഞ്ഞല്ലോ, 2016 ജനുവരിയിലാണ് ഈ ഫണ്ട് പിരിവ് നടക്കുന്നത്. 2016 തന്നെയാണ്, 17 തന്നെയാണ് ഇത് കൊടുക്കുന്നത്. 2017 ഡിസംബർ മാസത്തിലാണ് ടി.ഐ. മധുസൂദൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നത്. അതുവരെ എല്ലാം കൈകാര്യം ചെയ്തത് ടി.ഐ. മധുസൂദനാണ്. അപ്പോൾ ആ നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏരിയ സെക്രട്ടറിക്കാണ്. മധുവിന് തുടർച്ചയായിട്ട് പിന്നീട് KP മധു ഏരിയ സെക്രട്ടറിയായി വന്നു. അതിനുശേഷമുള്ള കാര്യങ്ങളിൽ KP മധുവിനും ഉത്തരവാദിത്വമുണ്ട്. നമ്മളിത് ഇതിനകത്ത് കുഞ്ഞുകൃഷ്ണേട്ടൻ നേരത്തെ ഇത് പരാതി പല ഘട്ടങ്ങളിലും പല നേതാക്കന്മാരായിട്ട് ഉൾപ്പെടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരടുത്ത് പങ്കുവച്ചിട്ടുണ്ട്. ഏതൊക്കെ നേതാക്കന്മാരടുത്ത് എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രതികരണം? അല്ല, ഞാൻ സംസ്ഥാന പാർട്ടി സെക്രട്ടറി ആണല്ലോ, പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആൾ. സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ 3 കാര്യങ്ങൾ സംബന്ധിച്ചും കൃത്യമായി വാക്കാൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനു പുറമെ രേഖാമൂലം ഇതെല്ലാം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തു. അദ്ദേഹം ഇവിടെ വന്ന് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അദ്ദേഹത്തിന് ഏകപക്ഷീയമായി തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. ജില്ലാ കമ്മിറ്റി ആണല്ലോ അത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നത്, ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും. അപ്പം അതിനുള്ള ഇടപെടൽ അദ്ദേഹം നടത്തി എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കോടിയേരിക്ക് ശേഷം MV ഗോവിന്ദനുമായി സംസാരിച്ചിട്ടുണ്ടോ ഈ വിഷയം? MV ഗോവിന്ദനുമായി ഈ ഫണ്ട് വിഷയം സംബന്ധിച്ച് സംസാരിച്ചിട്ടില്ല. കാരണം എന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തീരുമാനം എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. അത് കോടിയേരി സെക്രട്ടറിയായി ഉള്ളപ്പോൾ തന്നെയാണ്. പിന്നീട് കോടിയേരി പോയി ഗോവിന്ദ മാഷ് സെക്രട്ടറിയായി വന്നതിന് ശേഷം ഞാൻ 2-3 തവണ ഗോവിന്ദ മാഷുമായി ബന്ധപ്പെട്ടു. ഞാൻ ഗോവിന്ദ മാഷോട് ചോദിച്ചൊരു ചോദ്യം എന്നെ പാർട്ടിക്ക് വേണ്ടേ എന്നത് മാത്രമാണ്.
എന്താ അങ്ങനെ ചോദിക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പാർട്ടി ഏകപക്ഷീയമായി എന്നെ മാറ്റുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതേ തുടർന്ന് ഞാൻ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് എന്നെ വേണ്ടാന്നുള്ള നിലപാടാണ് കണ്ണൂരിലെ പാർട്ടി എടുത്തത്. അപ്പം അതുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റിക്ക് ഞാനൊരു പരാതി എന്നുള്ള രീതിയിൽ നൽകിയത്. അതിൻ്റെ മേലെ സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ആ നിലയിൽ പിന്നീട് എം പി ഗോവിന്ദ മാഷ് ഉൾപ്പെടെ വന്ന് ചർച്ച ചെയ്തിട്ടാണ് പിന്നീട് ചില തീരുമാനങ്ങൾ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് എങ്ങനെയാണ് പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിപ്പം നമ്മളിപ്പോൾ ഈ നിർണായക ഘട്ടത്തിലാണ് കുഞ്ഞുകൃഷ്ണൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ? പാർട്ടിക്കകത്ത് ഇത് നിരന്തരം ഉന്നയിച്ചിട്ടും പരിഹാരമാകുന്നില്ല എന്ന ഒരു ഘട്ടത്തിലാണ് ജനങ്ങളോട് തുറന്നു പറയുക എന്ന ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചത്. അതിന് ഒരു പുസ്തകം എഴുതുക എന്ന ഒരു രീതിയാണ് ഞാൻ അവലംബിച്ചത്. പാർട്ടിയുടെ പോക്ക് ശരിയായ രീതിയിലല്ല എന്നാണോ വിലയിരുത്തുന്നത്? പാർട്ടിയുടെ പോക്ക് ശരിയായ രീതിയിലല്ല എന്നതല്ല, പാർട്ടി നേതൃത്വത്തിൽ ഒരു വിഭാഗം, പാർട്ടി തന്നെ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തിക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി സഖാക്കൾക്കാണ്, പാർട്ടി അണികൾക്കാണ് എന്നതാണ്. അപ്പം അത് നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ പുസ്തകത്തിന് കൊടുത്ത പേര് നേരത്തെ പറഞ്ഞു, നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ്. തിരുത്തൽ ശക്തിയായി മാറാൻ ഈ ഒറ്റയ്ക്ക് എങ്ങനെ കഴിയുമെന്നതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് അംഗീകരിച്ചുകൊണ്ട്, ഈ ഒരു സമീപനം ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു നിലപാട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്, കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ചെയർമാൻ അയാളല്ല, അന്ന് ഏരിയ സെക്രട്ടറി അയാളാണ്. ഏരിയ സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലാണ്. എന്ത് നടന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. സ്വാഭാവികമായിട്ടും 20 കോടി രൂപയാണ് അതിനു വേണ്ടി മുടക്കിയത്. ആ സ്ഥലത്തിന് വേണ്ടി മുടക്കിയത് 20 കോടി രൂപയാണ്. ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ച കമ്മീഷൻ വിലയിരുത്തിയത് ഈ 20 കോടി ഒരു മൃതമൂലധനമായി മാറിയിരിക്കുന്നു എന്നാണ്. ഉപയോഗിച്ച വാക്കതാണ്, മൃതമൂലധനമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആ കമ്മീഷൻ ഉപയോഗിച്ച വാക്ക്. അതിൽ ആർക്ക് എത്ര കമ്മീഷൻ എന്നതൊന്നും, സ്വത്ത് കച്ചവടമായി ഒരു കമ്മീഷൻ സാധാരണഗതിയിൽ നടക്കുന്നതാണല്ലോ ബ്രോക്കറേജ് എന്ന് പറയുന്നത്. അതിനാർക്കെങ്കിലും തെളിവ് കൊടുക്കാൻ പറ്റുമോ? കമ്മീഷൻ വാങ്ങിയതിന് ആർക്കെങ്കിലും തെളിവ് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ ഉന്നയിച്ചപ്പോൾ അതിനും കമ്മീഷൻ വെച്ച് തെളിവ് ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്തത്. ഈ അന്വേഷണ കമ്മീഷൻ എല്ലാം പ്രഹസനമായി മാറുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ എല്ലാ, ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, 2 തരത്തിലാണ് കമ്മീഷൻ ഉപയോഗപ്പെടുത്തുന്നത്. ഒന്ന്, തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കണമെങ്കിൽ ഒരു കമ്മീഷൻ വെച്ചാൽ മതി. 2, തെറ്റ് ചെയ്യാത്തവരെ ക്രൂശിക്കണമെങ്കിൽ അതിനും കമ്മീഷൻ വെച്ചാൽ മതി. ഈ 2 വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. ഈ രണ്ടിലും കുഞ്ഞുകൃഷ്ണനെ ക്രൂശിക്കാനുള്ള മാർഗമായിട്ടാണ് മാറ്റിയത്. അതെ, അല്ലെങ്കിൽ എന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട കാര്യമില്ലല്ലോ. അന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നടത്തിയ എല്ലാ മാധ്യമ സമ്മേളനങ്ങളിലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. തെറ്റിയാത്ത തന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. മറ്റവർ കണക്ക് അവതരിപ്പിക്കാൻ വൈകി എന്നുള്ളതുകൊണ്ട് ചില നടപടിയെടുത്തു. 1 വർഷം പൂർത്തിയാകുന്ന തീയതിക്ക് അവരെ മുഴുവൻ തിരിച്ചെടുത്തു. ഞാൻ മാറി നിന്ന സ്ഥലത്ത് തന്നെ. ഈ പാർട്ടി സംവിധാനങ്ങളിൽ നിൽക്കുന്നവർ പിരിച്ചെടുത്ത ഫണ്ടുകൾ വ്യാപകമായി ക്രമക്കേട് നടന്നു എന്ന് താങ്കൾ പറയുന്നു. വ്യാപകമായി എന്നൊന്നും പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ ക്രമക്കേടുകൾ ഉണ്ടാകുക എന്നുള്ളത്, അത് കണ്ടെത്തി അത് ഇല്ലാതാക്കുക എന്നതാണ് പാർട്ടിയുടെ ചുമതല. ആ ചുമതലയാണ് ഞാൻ നിർവഹിച്ചത്. ഇതിങ്ങനെ നിരന്തരമായിട്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് പറയുമ്പോഴും പാർട്ടി നേതൃത്വം എന്തുകൊണ്ടാണ് താങ്കളെ അവിശ്വസിച്ചത്? എന്നെ അവിശ്വസിച്ചു എന്ന് ഞാൻ കാണുന്നില്ല. പക്ഷെ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ അവർക്ക് മുഖ്യമായ കാര്യം. ഈ രക്തസാക്ഷി ഫണ്ടിൽ എങ്ങനെ തിരിമറി നടത്തി എന്നുള്ളതിലൊരു വ്യക്തതയാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, വരവിൽ കുറവ് കാണിച്ചു. യഥാർത്ഥത്തിലുള്ള വരവ് പൂർണ്ണമായും കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 2, വീട് നിർമ്മാണത്തിന്
ചെലവായ സംഖ്യയല്ല, അതിനേക്കാൾ ഉപരി സംഖ്യ ചെലവഴിച്ചു എന്ന് കണക്ക് അവതരിപ്പിച്ചു. പയ്യന്നൂർ ഏരിയയിലേ വിരിച്ചിട്ടുള്ളൂ, ഏരിയയിൽ മാത്രം. ഈ 2 ഫണ്ടും അല്ലെ 3 ഫണ്ടും, തെരഞ്ഞെടുപ്പ് ഫണ്ട് ഏരിയയിലല്ല, മണ്ഡലത്തിൽ. മണ്ഡലം എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ പെരിങ്ങോം ഏരിയ ചേർന്നതാണ് പയ്യന്നൂർ മണ്ഡലം, 2 ഏരിയ. ഇതിനൊരു കൃത്യമായ കണക്ക് ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടാവില്ലേ? ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടാവില്ല. ഈ ധനരാജ് ഫണ്ടും പിന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടും ഏരിയ കമ്മിറ്റിക്കാണുള്ളത്. ഏരിയ കമ്മിറ്റി അംഗീകരിക്കുന്ന കണക്ക് ജില്ലാ കമ്മിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇവരങ്ങോട്ട് കൊടുക്കുന്ന കണക്ക് മാത്രമേ അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൻ്റെ അകത്ത് കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഘട്ടത്തിൽ പാർട്ടി ഏതെങ്കിലും ഒരു നടപടി വീണ്ടും എടുക്കുമെന്നുള്ളൊരു ആശങ്കയുണ്ടോ? അതായത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു തുറന്നെഴുത്ത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പാർട്ടി എന്ത് നടപടി സ്വീകരിക്കും എന്ന് പറയാൻ സാധിക്കില്ല. എന്ത് നടപടി സ്വീകരിച്ചാലും എനിക്ക് ഒരു ഭയവും ഇല്ല എന്ന് ഞാൻ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനം പറഞ്ഞൊരു കാര്യം, ചിലപ്പോൾ ഈ പുസ്തകം പുറത്തു വന്നാൽ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേക്കാം എന്നും ഞാൻ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകം അടുത്ത ആഴ്ച ജനങ്ങളുടെ കയ്യിലെത്തും. ഈ ഫണ്ട് ക്രമക്കേടിൽ ടി.ഐ. മധുസൂദനൻ ഇടപെട്ടത് എങ്ങനെയാണ്? അദ്ദേഹം ഇതിൽ എന്തെങ്കിലും പങ്കുപറ്റിയിട്ടുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാണ്? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ടിൽ വലിയ ഭാഗം പിരിക്കുന്നത് ടി.ഐ. മധുസൂദനാണ്. അതിലാണ് കൃത്രിമം നടത്തിയത്. ഒന്ന്, ഫണ്ട് പിരിച്ച റെസീറ്റ് മാറ്റിവെച്ച് കാണാതായി എന്ന് പറഞ്ഞ് വ്യാജ റെസീറ്റ് സൊസൈറ്റി പ്രസിൻ്റെ പേരിൽ മറ്റൊരു സ്വകാര്യ പ്രസിൽ നിന്ന് വ്യാജ റെസീറ്റ് അച്ചടിച്ച് അതിൽ പുതുതായി റെസീറ്റ് മുറിച്ചപ്പോൾ നേരത്തെ മുറിച്ച അത്രയും റെസീറ്റ് ഇതിൽ മുറിക്കുന്നില്ല. ഈ ടി.ഐ. മധുസൂദനെതിരെ താങ്കൾ നിരന്തരമായി പരാതി പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പാർട്ടി സംരക്ഷിക്കുന്നത്? ടി.ഐ. മധുസൂദനെതിരെ ഞാൻ നിരന്തരമായി പരാതി പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പയ്യന്നൂരിലെ പാർട്ടിക്കകത്തുള്ള നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ടി.ഐ. മധുസൂദനെതിരെ, ടി.ഐ. മധുസൂദൻ ഒറ്റക്കാണ് ഇത് ചെയ്തത് എന്ന അഭിപ്രായം എനിക്കില്ല. ഇതിൽ മറ്റു ചിലരുണ്ട്. അത് നടപടി പാർട്ടി എടുത്തിട്ടുണ്ടല്ലോ, അതിൽ വ്യക്തമാണല്ലോ. ആസൂത്രണം നടന്നിട്ടുണ്ട്. ആസൂത്രണം നടന്നിട്ടുണ്ടാവണ്ടേ? ഒന്നിൽ കൂടുതൽ പേര് ചേർന്ന് നടത്തുമ്പോൾ സാധാരണഗതിയിൽ ആസൂത്രണം നടന്നിട്ടുണ്ടാവണ്ടേ? ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് നമ്മളിങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ പ്രത്യക്ഷമായിട്ട് ഇപ്പോൾ ടി.ഐ. മധുസൂദനൻ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരെ, നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച ആൾക്കാർ, അവർക്കൊക്കെ പ്രത്യക്ഷമായിട്ട് ഇത്ര വലിയ അത് അവരുടെ സ്വത്തിനകത്ത് അല്ലെങ്കിൽ ഏതും കാര്യങ്ങളിൽ വർധനവുണ്ടായി എന്നുള്ളത് പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ തെളിവ് എന്നുള്ള രീതിയിൽ ഹാജരാക്കാൻ പല പ്രയാസങ്ങളുണ്ട്. എന്താണ് പലരും പറയുന്ന ബിനാമി വ്യാപാരങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കണമെങ്കിൽ എൻ്റെ മുമ്പിൽ തെളിവുണ്ടാണ്ടേ? തെളിവില്ലാതെ ഒരു കാര്യം ഉന്നയിക്കാൻ കഴിയില്ലല്ലോ. ഇ.പി. ജയരാജനെ കുറിച്ച് എന്താണ് ജില്ലാ കമ്മിറ്റിയിൽ കൊടുത്തത്? ഇ.പി. ജയരാജൻ RSS നേതാവ് ജാവദേക്കർ വന്ന് കണ്ടത് എല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യമാണല്ലോ. കേരളത്തിൽ CPMൻ്റെ നേതാവ് എന്നുള്ള രീതിയിൽ ഇ.പി. ജയരാജനെ മാത്രമേ അയാൾ വന്ന് കണ്ടുള്ളൂ. അത് കാണാൻ എന്താ കാരണം എന്നുള്ളതാണ് ഒരു ഘടകം. അപ്പം അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ പറഞ്ഞു കേൾക്കുന്ന കാര്യം ഞാൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇ.പിയുടെ സാമ്പത്തിക ഇടപാടുകൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. MLA വീണ്ടും പരിഗണിക്കുമ്പോൾ അതൊക്കെ പുനഃപരിശോധിക്കപ്പെടുന്നതല്ലേ? അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ഒരു ആലോചനയും പാർട്ടി നടത്തിയിട്ടില്ല. അതൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി നടപടിയെ എന്തായാലും താങ്കൾക്ക് മുന്നിൽ ഉണ്ടാവും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഭയമുണ്ടോ? ഒരു ഭയവുമില്ല. സാധാരണ ഭയക്കണമെന്ന് പലരും എന്നോട് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പാർട്ടിയെ ഭയക്കണം എന്ന് പറയുന്നത്? പാർട്ടിയെ ഭയക്കണം എന്നല്ല, ഇങ്ങനൊരു തുറന്നു പറച്ചിൽ ചില ആക്രമണത്തിനോ മറ്റൊക്കെ ചിലപ്പോൾ പ്രേരിപ്പിച്ചേക്കാം എന്ന് ചിലർ പറയുന്നുണ്ട്. എനിക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഭയവുമില്ല. അതറിയില്ല. പയ്യന്നൂരിന്റെ ജനകീയ MLA എന്നാണ് നമ്മൾ ടി.ഐ. മധുസൂദനെ പറയാ. അപ്പം ആ ജനകീയ MLAയുടെ മുഖമാണോ ഇന്ന് അദ്ദേഹം തുറന്നു കാണിച്ചത്? അത് ഏത് MLA ആയാലും വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. പയ്യന്നൂരിൻ്റെ ജനകീയ MLA എന്നുള്ളതാണ്.
കഴിഞ്ഞ ഫണ്ട് വിവാദം നടക്കുമ്പോൾ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന് ഒരു അഭിമുഖം ടി.ഐ. മധുസൂദനൻ തന്നിരുന്നു. അതിൽ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ എനിക്ക് ശത്രുക്കളുണ്ട്. നിങ്ങൾ ആ അഭിമുഖം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ എനിക്ക് ശത്രുക്കളുണ്ട് എന്നാണ് നിങ്ങളോട് പരസ്യമായി മധു പ്രതികരിച്ചത്. ഇന്നേ വരെ അങ്ങനെ ഒരു വിഷയം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിക്കാനോ ചർച്ച ചെയ്യാനോ സന്നദ്ധമായിട്ടില്ല. ശത്രുക്കളുണ്ട് എങ്കിൽ പാർട്ടി സഖാക്കൾ തമ്മിൽ ശത്രുത ഉണ്ടാകാൻ പാടില്ലല്ലോ. ആരാണ് ശത്രു എന്നത് സംബന്ധിച്ച് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ശത്രുത ഉണ്ടെങ്കിൽ ആ ശത്രുതക്ക് എന്താണ് കാരണമെന്ന് ചർച്ച ചെയ്താൽ മാത്രമല്ലേ പരിഹരിക്കാൻ സാധിക്കൂ. നിങ്ങളുടെ അഭിമുഖത്തിൽ പറഞ്ഞതല്ലാതെ ഇന്നേ വരെ അത് ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിച്ച് ചർച്ച ചെയ്യാൻ സഖാവ് തയ്യാറായിട്ടില്ല. ഒരു കാര്യം ഇത് നേരത്തെ നമ്മൾ എം.വി. ഗോവിന്ദന്റെ അടുത്തും കോടിയേരിയുടെ അടുത്തും ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചു. എം.വി. ഗോവിന്ദ മാഷ് അടുത്ത് ഉന്നയിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നീട് മറ്റു കാര്യങ്ങൾ അല്ല, ഞാൻ എന്നെ പാർട്ടിക്ക് വേണ്ടതെന്നുള്ള ഒറ്റ ചോദ്യം ഗോവിന്ദ മാഷോട് ഞാൻ ചോദിച്ചു. ഈ വിവരങ്ങൾ പിണറായിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ ഇതിൽ ഏഷ്യാനെറ്റിൽ കൊടുത്ത അതിൽ പറഞ്ഞിട്ടുണ്ട്. പിണറായി അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പിണറായിക്ക് അത് അറിയാം. അതെങ്ങനെ? പിണറായിക്ക് അറിയാമെന്നതിന് എൻ്റെ മുമ്പിൽ തെളിവുണ്ട്. അത് ഞാൻ പറയുന്നില്ല. അല്ല, പിണറായി ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് കൃഷ്ണനെ ഇല്ല 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 അദ്ദേഹം അറിഞ്ഞിട്ടും അതിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണോ? അദ്ദേഹത്തിന് ചെയ്യാലോ. അദ്ദേഹം അല്ല, സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറി ആണല്ലോ കൈകാര്യം ചെയ്യേണ്ടത്. എല്ലാം കെട്ടിട നിർമ്മാണ കമ്മിറ്റിയുടെ സെക്രട്ടറി ടി.ഐ. മധുസൂദനാണ്. കൃത്യമായി വരവ് ചെലവ് കണക്ക് തയ്യാറാക്കി അവതരിപ്പിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനാണ്. ആ കണക്കിലാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറയാൻ കഴിയില്ല വെച്ചിട്ടാണ് ഒരു കണക്ക് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. പയ്യന്നൂരിലെ സഹകരണ ജീവനക്കാർ ഒരു മാസത്തെ വേതനാണ് ആപ്പീസിന് വേണ്ടി സംഭാവന ചെയ്തത്. ഏരിയ കമ്മിറ്റി ആപ്പീസിന് വേണ്ടി സംഭാവന ചെയ്ത് ഒരു മാസത്തെ വേതന. അതിലൊരു നയാ പൈസ വരവിലില്ല. 70 ലക്ഷം റുപ്യ വരും. 70 ലക്ഷം റുപ്യ ഈ സഹകരണ ജീവനക്കാരിൽ നിന്ന് ലഭിച്ച ഫണ്ട് മാത്രം വരും. വരവ് ചെലവാണൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഒരു നയാ പൈസ അങ്ങനെ ഒരു വരവില്ല. ആ 70 ലക്ഷം വരവില്ലാത്തിടത്താണ് 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റി കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു എന്ന് പറയുന്നത്. ഈ 70 ലക്ഷം വരവ് ഉൾപ്പെടുത്തിയാൽ ഈ 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റേണ്ട കാര്യമില്ല. 35 ലക്ഷം ബാക്കിയുണ്ടാവും. അപ്പോൾ അത് ആ കെട്ടിട നിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി ടി.ഐ. മധുസൂദനാണ്. ധനരാജിൻ്റെ വിഷയത്തിൽ അന്നത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി ടി.ഐ. മധുസൂദനാണ്. അതിനുശേഷം 2017 ഡിസംബറിന് ശേഷം കെ.പി. മധു ഏരിയ സെക്രട്ടറിയായി വന്നു. അയാൾക്കും ഇതിൽ പങ്കുണ്ട്.